ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GE മെക്കൻസി മെട്രിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ BCG മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള വേർഷനാണ് GE മെക്കൻസി മെട്രിക്സ്. With the rise of multi-business enterprises in 20th century, companies began to struggle with managing a number of business unit profitability. മൾട്ടി-ബിസിനസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബിസിനസ് നടത്തുന്ന എൻ്റർപ്രൈസസ് വന്നതോടുകൂടി ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ് യൂണിറ്റും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാതെ വന്നു. ആസ് എ റിസൾട്ട്, മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ഡെവലപ്പ് ഫ്രെയിംവർക്ക് ടു അഡ്രസ് ദ ന്യൂ കോംപ്ലക്സിറ്റി. വൺ സച്ച് ഫ്രെയിംവർക്ക് ഈസ് GE മെക്കൻസി മെട്രിക്സ്. അങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ഒരു ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തണം എന്ന് ആലോചിച്ച് ചെയ്യുന്നത്. അതാണ് GE മെക്കൻസി മെട്രിക്സ്. GE മെക്കൻസി മെട്രിക്സ് വാസ് ഡെവലപ്പ് ബൈ ജനറൽ ഇലക്ട്രിക് കമ്പനി. ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ജനറൽ ഇലക്ട്രിക് കമ്പനി, an American multinational company. It is the multi-business company. It was very difficult for the company to decide on which businesses or product the company should invest. അതായത് മൾട്ടി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബിസിനസ് നടത്തുന്ന കമ്പനികൾക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. Therefore, the company consulted McKinsey & Company. As a result, the 9-box framework was designed. അങ്ങനെ മെക്കൻസി കമ്പനിയുമായിട്ട് അവർ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് 9 ബോക്സസ് ഉള്ള ഒരു മെട്രിക്സ് അവർ രൂപപ്പെടുത്തിയെടുക്കുന്നത്. GE മെട്രിക്സ് ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ BCG മെട്രിക്സ്. BCG മെട്രിക്സിൻ്റെ കുറച്ച് ഇംപ്രൂവ്മെൻ്റ് ആയിട്ടുള്ളൊരു വേർഷനാണ് GE മെട്രിക്സ്. GE അപ്രോച്ചസ് ഫോക്കസ് ഓൺ ദ 2 ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻ. മെയിനായിട്ട് 2 ഡയമെൻഷനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും ബിസിനസ് സ്ട്രെങ്ത്തും. അതായത് ബിസിനസ് സ്ട്രെങ്ത്തും ഒരു ഇൻഡസ്ട്രിയുടെ അട്രാക്റ്റീവ്നെസ്സാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. The vertical axis represent industry attractiveness and horizontal axis represent business strength. The matrix uses 2 dimension of each 3 cell. അതായത് ഇതിൽ 3 സെല്ലുകൾ ഉണ്ടാവും. അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും ഹൊറിസോണ്ടൽ ആക്സിസ് ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്തുമാണ് സൂചിപ്പിക്കുന്നത്. The business unit or diversion located in the green zone in upper left are those which company should invest and grow. ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. The business unit diversion in yellow zone along the diagonal unit, the lower left to upper left are overall medium in attractiveness. ഈ yellow zone medium in attractiveness. The business unit അല്ലെങ്കിൽ diversion in red zone ആണെങ്കിലോ lower right corner have low overall attractiveness. ഇത് low overall attractiveness ആയിരിക്കും. Industry attractiveness indicate how hard or easy it will be for a company to compete in the market and earn profit. The more profitable industry is, the more attractive it becomes. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. It helps to prioritize the limited source in order to achieve the best return. അതായത് ഓരോ സോഴ്സസിനെയും ലിമിറ്റഡ് റിസോഴ്സസിനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. മാനേജേഴ്സ് ബിക്കം മോർ അവെയർ ടു ഹൗ ദെയർ പ്രൊഡക്റ്റ് ഓർ ബിസിനസ് യൂണിറ്റ് പെർഫോം. എങ്ങനെയാണ് അവരുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബിസിനസ് പെർഫോം ചെയ്യുന്നത്, ലാഭത്തിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്യണ്ടോ, എല്ലാ കാര്യങ്ങളും മാനേജേഴ്സിന് അറിയാൻ സാധിക്കുന്നു. To identify the strategic step to company need to make to improve the performance of the business portfolio. It provides method to establish which ആക്ടിവിറ്റീസ് ഇൻ ബിസിനസ് ഷുഡ് ഗെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് എ സിമ്പിൾ ടൂൾ ടു ഷോ ദ ഓൾ ബിസിനസ് പോർട്ട്ഫോളിയോ ഇൻ വൺ ഇമേജ്. ഒരു ഇമേജ് നോക്കിയാൽ തന്നെ അവരുടെ ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് മോർ ഡീറ്റെയിൽ ദാൻ ഓൾട്ടർനേറ്റീവ് സച്ച് ആസ് BCG മെട്രിക്സ്. BCG മെട്രിക്സിനെക്കാട്ടും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വേർഷനാണ് GE മെക്കൻസി മെട്രിക്സ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? The metric should not take into account the synergies between various products. അതായത് പല പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇത് കാണിക്കുന്നില്ല. It requires a lot of market data. This is challenging for a businesses with a diversified portfolio. അതായത് ഒരുപാട് ഡാറ്റാസ് ഇതിൽ ആവശ്യമുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. It take time, effort and money to പ്ലോട്ട് ഓൺ ദ മെക്സിക്. ഒരുപാട് സമയവും അവരുടെ എഫേർട്ടും പൈസയും എല്ലാം പണവും എല്ലാം ഒരുപാട് ചിലവാക്കേണ്ടി വരുന്നു. ഇഫ് ദ ബിസിനസ് കീപ് ഗ്രോയിങ് ഇറ്റ് വിൽ ലുക്ക് വെരി കോംപ്ലക്സ് ഓൺ ദ മെട്രിക്. അതായത് ഒരു ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നന്നായി വളരുമ്പോൾ അവരുടെ ആ ചിത്രം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവുന്നു. ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ആൻഡ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്
Opinions can vary from one person to another. So it is very subjective rather than objective. ഇൻഡസ്ട്രിയിലെ അട്രാക്ട്നെസ്സും കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തും വ്യക്തിപരമായ കാരണമാണ്. അതായത് ഓരോ വ്യക്തികളെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാളുടെ അഭിപ്രായം. അതും അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പൊസിഷൻ എ ന്യൂ ബിസിനസ് യൂണിറ്റ് ഓൺ ദ 9 box മെട്രിക്സ് ഇൻ ഡെവലപ്പിംഗ് ഇൻഡസ്ട്രി. അതിപ്പോൾ വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് ഈ 9 ബോക്സിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ BCG മെട്രിക്സും ആൻഡ് GE മെട്രിക്സ്. ഫോക്കസ് ഓൺ ദ മാർക്കറ്റ് ഷെയർ ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത്. BCG മെട്രിക്സിൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ ഷെയറും മാർക്കറ്റിൻ്റെ വളർച്ചയുമാണ്. എന്നാൽ GE മെട്രിക്സിലാണെങ്കിലോ മാർക്കറ്റ് അട്രാക്ഷനും ബിസിനസ് സ്ട്രെങ്ത്തുമാണ് ഫോളോ ചെയ്യുന്നത്. യൂസസ് എ 2x2 മെട്രിക്സ് വിത്ത് quadrants for start, cash cow, dogs and question mark. Uses a multi-factor matrix with 9 cells each represent different strategies of the position. അത് എന്തിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. യൂസ്ഫുൾ ഫോർ ഇവാലുവേറ്റിംഗ് ദ പോർട്ട്ഫോളിയോ ഓഫ് എ കമ്പനി എക്സിസ്റ്റിംഗ് ബിസിനസ്. ഒരു കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. യൂസ്ഫുൾ ഫോർ ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ന്യൂ ബിസിനസ് ഓർ ന്യൂ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് പുതിയതായിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ലൈൻസോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Typically used in mature industry. Can be both mature and emerging industry. ഇത് രണ്ട് രീതിയിലുള്ള ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നു. ഡെവലപ്ഡ് ബൈ ദ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എന്നാൽ മെക്കൻസി ഡെവലപ്പ് ചെയ്ത ആരാണ്? മെക്കൻസി ആൻഡ് കമ്പനി ഫോർ ജനറൽ ഇലക്ട്രിക്. BCG മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടൂളാണ്. GE മെട്രിക്സ് ആണെങ്കിൽ കോംപ്ലക്സ് ടൂളാണ്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂള് കഴിഞ്ഞു. വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.